പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ഗാർഡൻ ടൂർ വീഡിയോ ആണ്. ആലപ്പുഴ ജില്ലയിലെ പുളിങ്കുന്നു എന്ന് പറയുന്ന സ്ഥലത്ത് കളത്തിൽ വീട്ടിൽ ടോമിച്ചൻ അങ്കിളിൻ്റെയും കുഞ്ഞുമോളാൻ്റെയും വീട്ടിലാണ് നമ്മളിന്ന് പോകുന്നത്. അവിടെ ഒരുപാട് ചെടികളൊക്കെ ഉണ്ട്. അപ്പോൾ ആ ചെടികളുടെയൊക്കെ വീഡിയോ എടുക്കാനും ചെടികളൊക്കെ ഒന്ന് കാണാനും ഒക്കെയാണ് നമ്മൾ പോകുന്നത്. അപ്പം അവിടെ കൂടുതലായിട്ടുള്ളത് ഓർക്കിഡാണ്. ഓർക്കിഡിൻ്റെയും അടീന്യത്തിൻ്റെയും കളക്ഷനാണ് കൂടുതലുള്ളത്. നമുക്ക് അവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. പുളിങ്കുന്ന് സെൻറ്റ് ജോസഫ് ഹൈസ്കൂളിന് പുറകിലായിട്ടാണ് ആൻറ്റിയുടെയും അങ്കിളിൻ്റെയും വീട്. ഇപ്പം നമ്മൾ പോകുന്നത് അവരുടെ വീട്ടിലേക്കുള്ളൊരു വഴിയാണ്. ഒരു ചെറിയ റോഡാണിത്. അപ്പോൾ ഈ റോഡ് അവസാനിക്കുന്ന ഭാഗത്താണ് അവരുടെ വീട്. അപ്പോൾ ഈ വീട്ടിൽ ഒരു പ്രാവശ്യമെങ്കിലും വന്നിട്ടുള്ളവർക്കറിയാം എത്ര മനോഹരമായിട്ടുള്ളൊരു സ്ഥലമാണിതെന്ന്. കാരണം ഇവരുടെ വീടിൻ്റെ ഒരു സൈഡിൽ കണ്ടമാണ്. അപ്പോൾ ആ കണ്ടത്തിൻ്റെ ഒരു വ്യൂവും നല്ല കാറ്റും അതുപോലെ ഒരുപാട് ചെടികളും നല്ല രീതിയിൽ അറേഞ്ച് ചെയ്തിരിക്കുന്ന ഒരുപാട് ചെടികളുടെ കളക്ഷനും ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സ്ഥലത്തിൻ്റെ അല്ലെങ്കിൽ ആ വീടിൻ്റെ ഭംഗി ശരിക്കും നമ്മുടെ വീഡിയോയിൽ എടുക്കാൻ പറ്റിയിട്ടുണ്ടെന്ന് തന്നെ എനിക്ക് സംശയമാണ് കേട്ടോ. അതുപോലെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്ഥലമാണ്. ഇതാണ് ആൻറ്റിയുടെയും അങ്കിളിൻ്റെയും വീട്. ഇവിടെ ഒരുപാട് ചെടികളുണ്ട്. പക്ഷേ ഏറ്റവും കൂടുതൽ പറയുവാണെങ്കിൽ ഓർക്കിഡിൻ്റെയും അടീനിയത്തിൻ്റെയും കളക്ഷനാണ് ഇവിടെ കൂടുതലുള്ളത്. അപ്പോൾ ഇവിടെ ചെടികൾ മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഇവരുടെ വീടിനോട് ചേർന്ന് കണ്ടമാണെന്ന്. അത് അവരുടെ തന്നെ കൃഷിയാണ്, അവർ തന്നെ ചെയ്യുന്ന കൃഷിയാണ്. അപ്പോൾ അവിടെ ചെയ്യുന്ന നെല്ല് പുറത്തേക്ക് കൊടുക്കാതെ അവർ തന്നെ എടുത്തിട്ട് കുത്തിച്ച് അത് അരിപ്പൊടിയാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ വീടിനോട് ചേർന്ന് കാണുന്ന ഭാഗം മില്ലാണ്. അപ്പോൾ അവിടെ കുത്തിച്ചിട്ട് അരിപ്പൊടിയാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അരിപ്പൊടി സെയിലും ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ മിക്കവാറും അരിപ്പൊടിയൊക്കെ വാങ്ങിക്കാൻ വേണ്ടി ഇവിടെ വരാറുണ്ട്. നല്ല റെഡ് കളറിലെ പുന്നലിൻ്റെ അരിപ്പൊടിയില്ലേ, അപ്പോൾ അതാണ് ഇവിടെ കിട്ടുന്നത്. അത് വാങ്ങാനായിട്ട് നമ്മൾ പല പ്രാവശ്യം വന്നിട്ടുണ്ട്. അപ്പം കാണുമ്പോഴെല്ലാം നമുക്ക് ഒരു പ്രത്യേകത തോന്നുന്ന സ്ഥലമായിരുന്നു ഇത്. അങ്ങനെയാണ് നമ്മൾ വീഡിയോ പിടിക്കാനായിട്ട് ഇവിടെ എത്തിയത്. അപ്പോൾ നമുക്കിനി ഇവിടുത്തെ ചെടികളൊക്കെ കാണാം. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഓർക്കിഡിൻ്റെ കളക്ഷനും അടീനിയത്തിൻ്റെ കളക്ഷനും കൂടുതലുണ്ടെന്ന്. അപ്പോൾ ഇതാണ് ഈ വൈറ്റ് കളറിലെ പൂക്കളായിട്ട് കാണുന്നതാണ് ഓർക്കിഡ്. ഡെൻഡ്രോബിയാണ് കൂടുതലായിട്ടുള്ളത്. അപ്പം കണ്ടില്ലേ, ഈ വൈറ്റ് കളറ് പൂക്കളായിട്ട് നിൽക്കുന്ന ഓർക്കിഡാണ് കൂടുതലും ഉള്ളത്. നിറയെ പൂവാണ് കേട്ടോ, എല്ലാത്തിലും നിറയെ പൂക്കളുമായിട്ടാണ് നിൽക്കുന്നത്. ഓർക്കിഡ് മാത്രമല്ല പലതരത്തിലുള്ള ചെടികളുണ്ട്. ഒരു ചെറിയ കുളമാണ്. അപ്പോൾ ആ കുളത്തിന് ചുറ്റും വരെ ഇങ്ങനെ ചട്ടികളിൽ പലതരത്തിലുള്ള ചെടികൾ ഇങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കുകയാണ്. ഇലച്ചെടികളും പൂക്കളുള്ള ചെടികളും എല്ലാം ഉണ്ട്. പിന്നെ ആ കുളത്തിന് രണ്ട് സൈഡിലായിട്ടും അവരിങ്ങനെ ഒരു സ്പൈഡർ പ്ലാന്റ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ സ്പൈഡർ പ്ലാന്റിൻ്റെ പൂങ്കുല എന്ന് പറയാൻ പറ്റത്തില്ല, ചെടികൾ തന്നെയാണ് പൂങ്കുല പോലെ ഇങ്ങനെ കിടക്കുന്നത്. അപ്പോൾ അതിങ്ങനെ ആ കുളത്തിലേക്ക് ഇങ്ങനെ ഊർന്നിങ്ങനെ താഴേക്ക് കിടക്കുകയാണ്. ഈ കാണുന്നതൊക്കെ തിണ്ണയോട് ചേർന്നിട്ട് കുറേ പ്ലാന്റ്സ് വരെ ഹാങ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ പ്ലാന്റ്സ് ഒക്കെയാണ് ഇപ്പം നമ്മൾ കാണുന്നത്. ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള പ്ലാന്റ്സ് ഒക്കെയാണ് ഹാങ് ചെയ്തിരിക്കുന്നത്. സാധാരണ നമ്മൾ കോമൺ ആയിട്ട് കാണുന്ന ഹാങ്ങിങ് പ്ലാന്റ്സിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ള പ്ലാന്റ്സ് ഒക്കെയാണ് ഇവിടെ ഹാങ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ താഴെയായിട്ട് അടീനിയത്തിൻ്റെ കളക്ഷനാണ് നമ്മൾ കാണുന്നത്. ഈ കാണുന്ന എല്ലാം അടീനിയത്തിൻ്റെ കളക്ഷനാണ്. അപ്പം അടീനിയം അവരിങ്ങനെ ചട്ടിയിലാക്കി ഒരു റൗണ്ട് ഷേപ്പിൽ അടീനിയം തന്നെയാണ് വെച്ചിരിക്കുന്നത്. അതിന് ചുറ്റിനും വേറെ ചെടികളൊക്കെ വെച്ചിട്ടുണ്ട്. കൂടുതലായിട്ടും അടീനിയം തന്നെയാണ് ആ ഭാഗത്ത് കാണുന്നത്. പിന്നെ ആ ഒരു സൈഡ് ഫുള്ളും ഓർക്കിഡാണ് ഹാങ് ചെയ്തിരിക്കുന്നത്. പല തരത്തിലുള്ള ഓർക്കിഡാണ് അവിടെ ഹാങ് ചെയ്തിരിക്കുന്നത്. സാധാരണ നമ്മൾ ഓർക്കിഡൊക്കെ വെക്കുമ്പോൾ അത് പൂ പിടിക്കാൻ കുറച്ച് പ്രയാസമായിരിക്കും. പക്ഷേ ഇവിടെ ഞാൻ കണ്ടത് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ മിക്ക ഓർക്കിഡിലും കൂടുതലും പൂവുള്ള ഓർക്കിഡ് തന്നെയാണ്. പിന്നെ അവർ തൈയൊക്കെ മാറ്റി വെച്ചാൽ മാത്രമാണ് പൂ പിടിക്കാതിരിക്കുന്നത്. ബാക്കി എല്ലാത്തിനും പല കളറിലുള്ള പൂക്കളും ഉണ്ട്. പിന്നെ ഇതിൻ്റെ ഇടയ്ക്കൊരു ബിഗോണിയ പ്ലാന്റ് നിൽപ്പുണ്ട്. വളരെ മനോഹരമായിട്ടുള്ളൊരു ബിഗോണിയുടെ പ്ലാന്റ് നിൽപ്പുണ്ട്. ഈ കാണുന്നതൊക്കെ സ്പൈഡർ പ്ലാന്റ് ആണ്. അതുപോലെ തന്നെ റെഡ് കളറിലെയും യെല്ലോ കളറിലെയും കാലാഞ്ചിയ ഫ്ലവറിങ് പ്ലാന്റ്സ് അവിടെ വെച്ചിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് റെഡ് കളറിലെയും യെല്ലോ കളറിലെയും പൂക്കൾ കാണാൻ. ഈ വീഡിയോയിൽ ഞാൻ ആൻറ്റി അങ്കിളിനെയും കാണിക്കുന്നില്ല, അവർക്ക് വീഡിയോയിൽ വരാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞു. പക്ഷേ ആൻറ്റിയാണ് നമുക്ക് എല്ലാ കാര്യങ്ങളും ചെടികളെ പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നത് ആൻറ്റി തന്നെയാണ്. നിങ്ങൾ വീഡിയോ എടുത്തോ ഫോട്ടോ എടുത്തോ യൂട്യൂബിലിടുകയോ എന്ത് വേണമെങ്കിലും ചെയ്തോ പ്രശ്നമില്ല. പക്ഷേ അവർ വീഡിയോയിൽ വരുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവരുടെ പ്രൈവസിയെ മാനിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്.
ഇപ്പം നമ്മൾ ഈ കാണുന്നത് ആഫ്രിക്കൻ മല്ലി എന്ന് പറയുന്നൊരു ചെടിയാണ്. മല്ലിയിലയുടെ അതേ ടേസ്റ്റുള്ള ഒരു ചെടി. മല്ലിയിലയ്ക്ക് പകരമായിട്ട് നമുക്ക് കറികളിലൊക്കെ ഉപയോഗിക്കാം. ഇത് പാലക്കെന്ന് പറയുന്നത് നമ്മൾ തോരനൊക്കെ വെക്കാൻ ഉപയോഗിക്കുന്ന ഒരു പച്ചക്കറിയാണ്. ഇതിൻ്റെ എല്ലാം നമ്മൾ തോരൻ വെക്കാൻ എടുക്കും. ഇതിപ്പോൾ നമ്മൾ കാണുന്ന ഒരു മരത്തിൻ്റെ ഒരു കുറ്റിയാണ്, ഒരു കമ്പ്. അപ്പോൾ അതിൽ വരെ നിറയെ ഓർക്കിഡ് പിടിപ്പിച്ചിരിക്കുകയാണ്. ഇത് ബ്ലീഡിങ് ഹാർട്ട് എന്ന് പറയുന്ന ഒരു വള്ളിച്ചെടിയാണ്. നിറയെ പൂക്കളായിട്ട് എപ്പോഴും നിറയെ പൂക്കളായിരിക്കും ഇതിൽ. ഇതിപ്പം കണ്ടോ, ഒരു മുളയെ നിറച്ചും ഓർക്കിഡ് ഇങ്ങനെ പിടിപ്പിച്ചിരിക്കുകയാണ്. അതുപോലെ ഈ കാണുന്നത് ഒരു ഈന്തപ്പനയാണ്. ഈന്തപ്പഴത്തിൻ്റെ കുരുവിട്ട് കുരു വീണ് കിളുത്താണെന്നാണ് പറഞ്ഞത്. അപ്പോൾ അത് കാണാനുള്ള ഭംഗി കൊണ്ട് അത് അവിടെ തന്നെ കളയാതെ നിർത്തിയിരിക്കുക. അതും കാണാൻ നല്ല ഭംഗിയുണ്ട്. ഒരു സൈഡിലായിട്ട് ഇങ്ങനെ നിറയെ ഇലകളുമായിട്ട് നിൽക്കുന്നു. ഇതിപ്പം ഒരു റിങ്ങിൽ നിറയെ ആമ്പൽ പിടിപ്പിച്ചിരിക്കുകയാണ്. പിങ്ക് കളറിലെ ആമ്പലില്ലേ, അത് ഇങ്ങനെ റിങ്ങിൽ പിടിപ്പിച്ചിരിക്കുകയാണ്. ഇത് സാധാരണയായി നമ്മുടെ പറമ്പിലൊക്കെ കാണുന്ന കലേഡിയത്തിൻ്റെ വെറൈറ്റിയാണ്. അതും അവരിങ്ങനെ വെച്ച് പിടിപ്പിച്ചിരിക്കുകയാണ്. അതുപോലെ ഈ കാണുന്നതൊക്കെ അഡീനിയമാണ്. ഈ കാണുന്ന ചെടി അഡീനിയമാണ്. ഏകദേശം 15 വർഷത്തോളം പഴക്കമുള്ളതെന്നാണ് ആൻറ്റി പറഞ്ഞത്. അതുപോലെ ഓരോ സ്പേസിലും പലതരത്തിലുള്ള ചെടികൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ കാണുന്നത് ടൊമാറ്റോ, അതിൻ്റെ ഇടയ്ക്കൊരു ടൊമാറ്റോയുടെ തൈയുണ്ട്, നിറയെ ടൊമാറ്റോ ഉണ്ട് അതിൽ. അതുപോലെ അഡീനിയം കണ്ടില്ലേ, അഡീനിയത്തിൻ്റെ വിത്താണ് ഈ കാണുന്നത്. നമ്മുടെ അപ്പൂപ്പൻ താടിയുടെയൊക്കെ വിത്ത് പോലെ തന്നെയാണിത്. ഇത് വിളഞ്ഞ് കഴിയുമ്പോൾ അപ്പൂപ്പൻ താടിയൊക്കെ പറന്ന് നടക്കുന്നതൊക്കെ പൊട്ടി ഇങ്ങനെ പറന്ന് നടക്കും. ഇങ്ങനെ ഈ അരിയിൽ നിന്ന് കിളിപ്പിച്ചെടുത്ത തൈകളാണ് ഇവിടെ മുഴുവനുള്ളത്. അപ്പം ഇവർ ഈ അഡീനിയും അതുപോലെ ഈ ഓർക്കിഡും ഒക്കെ സെയിൽ ചെയ്യുന്നുണ്ട്, നഴ്സറികളിലൊക്കെ കൊടുക്കുന്നുമുണ്ട്. ഇതിപ്പം കണ്ടോ, നിറയെ പൂവായിട്ട് നിൽക്കുന്നൊരു അഡീനിയമാണ്. ഏകദേശം 15 വർഷത്തോളം പഴക്കമുള്ള അഡീനിയമാണിത്. അപ്പം 15 വർഷം കൊണ്ടാണ് ഈ ഒരു ചെടി ഈ ഒരു രൂപത്തിലായി വരുന്നത്. കണ്ടിട്ട് നമ്മുടെ ബോൺസായി മരങ്ങളൊക്കെ ഇല്ലേ, അതുപോലെ തന്നെ തോന്നുന്നു. ഇതിപ്പോൾ നോക്കിക്കേ, ഈ ഒരു സൈഡ് ഫുള്ള് ചിരട്ട ഇങ്ങനെ ഹാങ് ചെയ്തിരിക്കുക. ചിരട്ടയിൽ ഓർക്കിഡ് വെച്ചിരിക്കുക, എന്നിട്ട് അത് കയറിലിങ്ങനെ തൂക്കിയിട്ടിരിക്കുക. അതൊരു വെറൈറ്റി ആയിട്ട് എനിക്ക് തോന്നി കണ്ടപ്പോൾ. ഒരു സ്ഥലം പോലും വേസ്റ്റ് ആക്കാതെ മരത്തിലും അതുപോലെ ഉണങ്ങിയ മരക്കുറ്റിയിലും പിന്നെ മതിലിലും അങ്ങനെ എല്ലാ സ്ഥലത്തും ആൻറ്റി ഓർക്കിഡ് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഓർക്കിഡിനെ ഇഷ്ടപ്പെടുന്നവർ പല തരത്തിലുള്ള പല കളറിലുള്ള ഓർക്കിഡൊക്കെ കാണണമെങ്കിൽ ഇവിടെ വന്നാൽ മതി. ഇതൊരു ഹാങ്ങിങ് പ്ലാന്റ് ആണ്. റെഡ് കളറിലെ സ്റ്റെം ആയിട്ടുള്ള ഒരു ഹാങ്ങിങ് പ്ലാന്റ്. അപ്പോൾ ആ ചെടിയുടെ ഭംഗി എന്ന് പറയുന്നത് ശരിക്കും ആ റെഡ് കളറിലെ സ്റ്റെമ്മാണ്. ലീഫൊക്കെ സാധാരണ പോലെ തന്നെ ഗ്രീൻ കളർ ലീഫാണ്. പക്ഷേ ആ സ്റ്റെമ്മിൻ്റെ ഭംഗിയാണ് ആ ചെടിയുടെ ഭംഗി എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഇതിപ്പം നമ്മുടെ പറമ്പിൽ കാണുന്ന കൊടവനില്ലേ, ആ കൊടവനാണ്. അത് ഇങ്ങനെ ഒരു ഹാങ്ങിങ് ബോട്ടിൽ അതിൽ വെച്ചിരിക്കുക. അത് താഴോട്ടുണ്ടോ ഹാങ് ചെയ്ത് താഴോട്ട് വളരുക. അപ്പം ഈ പറമ്പിലെ കൊടവനൊക്കെ ഇങ്ങനെ ഹാങ്ങിങ് ബോട്ടിൽ വളർത്തിയാൽ നല്ല ഭംഗിയായിരിക്കുമെന്ന് നല്ലൊരു ഐഡിയ ആയിട്ട് എനിക്കും തോന്നിയത് കണ്ടപ്പം. ഇതിപ്പോൾ ഒരു PVC പൈപ്പിൽ നമ്മളെന്താ പറയുന്നത്, നമ്മുടെ ചീരച്ചെടിയെന്നോ അല്ലെങ്കിൽ പൊന്നാങ്കണ്ണി ചീരയെന്നൊക്കെ പറയും, അതാണ് വെച്ച് പിടിപ്പിച്ചിരിക്കുന്നത്. അതിൻ്റെ കളർ റെഡ് കളർ. അപ്പം കാണാനും നല്ല ഭംഗിയാണ്. അതുപോലെ അത് തോരൻ വെക്കാനും ഒക്കെ ഉപയോഗിക്കും. ഇത് നമ്മുടെ മെലസ്റ്റോമ പ്ലാന്റ് ആണ്. കദളച്ചെടി എന്ന് പറയുന്നത് നമ്മുടെ പറമ്പിലൊക്കെ നിൽക്കുന്ന ചെടിയിൽ, അതാണ് ഇവിടെ വെച്ച് പിടിപ്പിച്ചിരിക്കുന്നത്. പിന്നെ ആൻറ്റി ഓർക്കിഡിനൊക്കെ ഉപയോഗിക്കുന്ന ഒരു വളവും നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. മിറാക്കിൾ ഗ്രോ എന്നും മിറാക്കിൾ 20 എന്ന് പറയുന്ന 2 മരുന്നാണ് ഇവർ ഉപയോഗിക്കുന്നത്. മിറാക്കിൾ 20 എന്ന് പറഞ്ഞാൽ ഓർക്കിഡിന് ഫ്ലവർ വരാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. അതുപോലെ മിറാക്കിൾ ഗ്രോ എന്ന് വെച്ചാൽ ചെറിയ ഓർക്കിഡ് തൈക്കൊക്കെ വളരാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ഇത് 1 സ്പൂൺ 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി സ്പ്രേ ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ കടലപ്പിണ്ണാക്ക് ഒരാഴ്ച വെള്ളത്തിലിട്ട് പുളിപ്പിച്ചതിന് ശേഷം ആ വെള്ളം ഡൈല്യൂട്ട് ചെയ്തിട്ട് ചെടിക്കൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കാറുണ്ട്. ഇതുപോലെ ഒരുപാട് കെയറൊക്കെ ചെയ്തിട്ടാണ് ഈ ഓർക്കിഡ് ചെടി നിറച്ചിങ്ങനെ പൂവായിട്ട് നിൽക്കുന്നത്. ഇതിപ്പം വീടിൻ്റെ ഒരു സൈഡിലായിട്ടുള്ള കണ്ടമാണ്. അപ്പോൾ ഈ കണ്ടം ഇങ്ങനെ ഉള്ള നല്ല കാറ്റ് അവിടെ നിൽക്കുമ്പം. അപ്പോൾ ആ കണ്ടത്തിലേക്ക് ഇറങ്ങാനായിട്ട് ഒരു ചെറിയ പാലം പോലെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് അവർ. അവിടെ ഒരു ചെറിയ പടുതയൊക്കെ ഇട്ട് നമുക്ക് ഇരിക്കാനുള്ള സ്പേസും ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ കണ്ടത്തിലേക്ക് ഇറങ്ങുന്ന ആ ഭാഗത്ത് പൂവരശ് ഇങ്ങനെ വളഞ്ഞ് നിൽപ്പുണ്ട്, ചായഞ്ഞ് നിൽപ്പുണ്ട് അതിൻ്റെ ശിഖരം. അതിലൊക്കെ ഓർക്കിഡ് ഇങ്ങനെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അതൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്.
അതുപോലെ തന്നെ ആ ശിഖരത്തിൽ ചെടികളൊക്കെ ഇങ്ങനെ തൂക്കിയിട്ടിട്ടുമുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയും ഓർക്കിഡ് വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. അതുപോലെ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഈ വീഡിയോയെ പറ്റിയുള്ള കൂടുതൽ ഡീറ്റെയിൽസൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പം വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്